ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം, TCV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. എയിംസ് ആലപ്പുഴയിൽ തന്നെ വേണമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. SG കോഫി ടൈംസ് പുനരാരംഭിച്ചു. വിവാദ പ്രജാപ്രയോഗം വിടാതെയും രാഷ്ട്രീയ പ്രതിയോഗികളെ കടന്നാക്രമിച്ചും പ്രതികരണങ്ങൾ. കോർപ്പറേഷൻ ഭരണത്തിനെതിരെയും രൂക്ഷ വിമർശനം. മണ്ണുത്തിയിൽ 75 ലക്ഷം രൂപ കവർന്ന സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. പ്രതികളെ തിരിച്ചറിഞ്ഞതായി സൂചന. സുവോളജിക്കൽ പാർക്കിന്റെ ഉദ്ഘാടനത്തിനൊരുങ്ങി പുത്തൂർ. ഈ വർഷം തന്നെ പാർക്കിന്റെ പരിസരത്ത് 100 കോടി രൂപയുടെ നിക്ഷേപങ്ങൾ നടക്കുമെന്ന് മന്ത്രി കെ രാജൻ. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് നാളെ നാടിന് സമർപ്പിക്കും. 10 കിലോമീറ്റർ റോഡ് നിർമ്മിച്ചത് BMBC നിലവാരത്തിൽ. വടക്കൻ കേരളത്തിലേക്കുള്ള യാത്ര സുഖകരമാകും. അതിരപ്പള്ളി മലക്കപ്പാറ റൂട്ടിൽ ഗതാഗത നിയന്ത്രണം. ഭാരവാഹനങ്ങൾ കടത്തിവിടില്ല. കുമ്മാട്ടി പ്രദേശത്ത് കലുങ്ക് അപകടാവസ്ഥയെ തുടർന്നാണ് നടപടി. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്തെ ജില്ലാ കളക്ടർമാർ റവന്യൂ മന്ത്രി കെ രാജനൊപ്പം പുത്തൂർ സുവോളജിക്കൽ പാർക്ക് സന്ദർശിച്ചു. റവന്യൂ വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറി അനു S നായരും സന്ദർശക സംഘത്തിലുണ്ടായിരുന്നു. സുവോളജിക്കൽ പാർക്കിന്റെ അന്തരീക്ഷവും നിർമ്മാണ രീതികളും വേറിട്ട ഒരു അനുഭവമാണ് നൽകുന്നതെന്ന് IAS ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെട്ടു. SG കോഫി ടൈംസുമായി തൃശൂരിൽ സജീവമായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. വിവാദ പ്രജാപ്രയോഗം വിടാതെയും രാഷ്ട്രീയ പ്രതിയോഗികളെ കടന്നാക്രമിച്ചും ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ടുമായിരുന്നു സുരേഷ് ഗോപിയുടെ കോഫി ടൈംസ്. കലുങ്ക് സൗഹൃദ സംവാദ സദസ്സ് ഇടപെടലുകളേക്കാൾ കൂടുതൽ പാർട്ടിക്കുള്ളിൽ പോലും വിവാദങ്ങൾ സൃഷ്ടിച്ച സാഹചര്യത്തിൽ പഴയ SG കോഫി ടൈംസിലേക്ക് പേരുമാറ്റിയാണ് സുരേഷ് ഗോപി മണ്ഡലത്തിൽ ജനകീയ സംസാര പരിപാടിയുമായി സജീവമാകുന്നത്. രാഷ്ട്രീയ ലക്ഷ്യമല്ല പരിപാടിയുടെ അജണ്ടയെന്ന് പറയുമ്പോഴും ആസന്നമായ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശൂർ കോർപ്പറേഷൻ ഭരണം പിടിക്കുക എന്നത് തന്നെയായി പരിപാടിയിൽ സജീവ ചർച്ച. തൃശൂർ ഉദയനഗറിൽ നടന്ന പരിപാടിയിൽ ജനങ്ങൾ ഉന്നയിക്കപ്പെട്ട ഭൂരിഭാഗം വിഷയങ്ങളിലും ഇതെല്ലാം സംസ്ഥാനത്തിന്റെ ചുമതലയാണെന്നായിരുന്നു മറുപടി. എങ്കിലും നിർധനരായ ഭിന്നശേഷി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും വേണ്ടി ഒരു സെന്റർ, കേന്ദ്ര നിരാമയ പദ്ധതിയുടെ ഫണ്ട് കിട്ടുന്നില്ല, ജനൌഷധി സ്റ്റോറുകളിലെ മരുന്നുകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തണം, തൃശൂർ മെഡിക്കൽ കോളേജിന് സമീപത്തെ മുളങ്ങുന്നത്തുകാവ് റെയിൽവേ സ്റ്റേഷനിൽ കൂടുതൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് വേണം എന്നീ ആവശ്യങ്ങൾക്ക് കേന്ദ്രത്തെ ധരിപ്പിച്ച് നടപടിക്ക് ശ്രമിക്കാമെന്നായിരുന്നു മറുപടി. അതിനൊക്കെ സംവിധാനം വരേണ്ടതാണ്. അത് സ്റ്റേറ്റിൻ്റെ സബ്ജക്റ്റ് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. എന്നാലും കേന്ദ്രത്തിലും നമുക്കൊരു സോഷ്യൽ കൺസേൺസിനുള്ള ഒരു മിനിസ്ട്രി ഉണ്ട്. തീർച്ചയായിട്ടും ഞാൻ അവിടെ ഇത് സൂചിപ്പിക്കാം. ട്രാക്സ് കൂടാതെ നമുക്കത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. എന്നാലും ഒരു ട്രെയിനെങ്കിലും അങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്ത് നിർത്തുന്ന ഒരു ട്രെയിൻ, മുളങ്ങുന്നത്തുകാവ് സ്റ്റേഷൻ മാത്രമല്ല, ഇതെല്ലാം കൂടെ ക്രോഡീകരിച്ച് അങ്ങനെ ഒരു ട്രെയിൻ സ്റ്റോപ്പേജ് സാധ്യമാകും നോക്കാം. വെള്ളക്കെട്ട് വിഷയത്തിൽ വിദഗ്ധ സംഘത്തിന്റെ പഠന റിപ്പോർട്ട് ദിശയിലടക്കം നൽകിയെങ്കിലും എല്ലാവരും വെച്ചൊഴിയുന്നതിനാൽ ഇതുവരെയും നടപടിയായിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. മേഖലയിലെ കാനകളിലൂടെ സെപ്റ്റിക് മാലിന്യം അടക്കമുള്ള മലിനജലം ഒഴുക്കുന്നുണ്ടെന്ന വിഷയത്തിൽ കളക്ടറെ നേരിട്ട് വിളിച്ച് നടപടിക്ക് നിർദ്ദേശം നൽകി. BJP കൗൺസിലർമാർ ഉന്നയിക്കുന്ന ജനകീയ ആവശ്യങ്ങൾ തഴയുന്ന കോർപ്പറേഷൻ മനോഭാവത്തോട് അതിരൂക്ഷമായിട്ടായിരുന്നു പ്രതികരണം. വ്യക്തികൾ വളരെ കുറവാണ്. അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സഹപ്രവർത്തനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സഹപ്രവർത്തനത്തെയാണ് നിങ്ങൾ നടുവോടിക്കുന്നത്. അതിനാണ് നിങ്ങൾക്ക് ഈ ചൂണ്ടുവിരൽ തന്നിട്ടുള്ളത്. ചൂണ്ടി സംസാരിക്കാൻ മാത്രമല്ല, ചൂണ്ടുവിരൽ അമർത്തി പാഠം പഠിപ്പിക്കാനും കൂടിയാണ് നിങ്ങൾ ചെയ്തിരിക്കണം. അതുപോലെ ഇപ്പൊ പുതുക്കി വന്ന ലിസ്റ്റ് അനുസരിച്ച് 56 ഡിവിഷനുകളാണ്. അതിൽ 30 തന്നേക്കും ഞങ്ങളുടെ വേറെ ഉണ്ട്. എനിക്ക് പിന്നെ അവശേഷിക്കുന്ന 3.5 വർഷം കൊണ്ട് തീർച്ചയായിട്ടും ആഞ്ഞു പിടിച്ച്
നിങ്ങളുടെ ആവശ്യങ്ങളിൽ ഒരു 30% സാധിച്ചത്. താൻ കോർപ്പറേഷന് മുന്നിൽ കുത്തിയിരിക്കുമെന്ന് പറഞ്ഞ് സമ്മർദ്ദം ചെലുത്തിയപ്പോഴാണ് ഒരു വർഷം മുൻപ് MP ഫണ്ടിൽ നിന്നും അനുവദിച്ച ഹൈമാസ്റ്റ് ലൈറ്റുകൾക്ക് ഇപ്പോൾ കോർപ്പറേഷൻ അനുമതി നൽകിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. തന്റെ പ്രജാപരാമർശത്തെ വിവാദമാക്കുന്നത് ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം കർഷകരുടെ വിഷയത്തിൽ ജീവിത സമരമാണ് നടത്തേണ്ടതെന്നും ജീവിതം മുടക്കാനുള്ള സമരമാകരുത്, അത് നടത്താൻ പ്രജയ്ക്ക് മാത്രമേ അവകാശമുള്ളൂവെന്നും കൂട്ടിച്ചേർത്തു. TCV തൃശൂർ. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പങ്കെടുത്ത SG കോഫി ടൈം അയ്യന്തോൾ സിവിൽ സ്റ്റേഷന് മുന്നിലെ പാർക്കിൽ സംഘടിപ്പിച്ചു. BJP അയ്യന്തോൾ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. എയിംസ് ആലപ്പുഴയിൽ തന്നെ വേണമെന്ന് പുതൂർക്കരയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സുരേഷ് ഗോപി ആവർത്തിച്ചു. പറ്റില്ല, അതുകൊണ്ട് ബന്ധപ്പെട്ടവരുടെ ഇപ്പൊ ചിലപ്പോൾ നായാടി നല്ലാതെ തന്നെ പടർത്തുകയും മണ്ണുത്തിയിൽ 75 ലക്ഷം രൂപ കവർന്ന സംഭവത്തിൽ പ്രതികളെ തിരിച്ചറിഞ്ഞതായി സൂചന. പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഇന്നലെ പുലർച്ചെയാണ് മണ്ണുത്തിയിൽ വൻ കവർച്ച നടന്നത്. ബസ് വിറ്റ് ലഭിച്ച 75 ലക്ഷം രൂപയുമായി ബാംഗ്ലൂരിൽ നിന്ന് മണ്ണുത്തിയിലെത്തിയ എടപ്പാൾ സ്വദേശി മുബാറക്കാണ് കവർച്ചയ്ക്കിരയായത്. കാറിൽ വന്ന 3 പേർ പണം തട്ടിയെടുത്ത് രക്ഷപ്പെടുകയായിരുന്നു. സുവോളജിക്കൽ പാർക്കിന്റെ ഉദ്ഘാടനത്തിനൊരുങ്ങി പുത്തൂർ. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പാർക്ക് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് പാർക്കിലേക്ക് വിവിധ മേഖലകളിൽ നിന്നുള്ള ഘോഷയാത്രയും തുടർന്ന് 4 മണിക്ക് ഉദ്ഘാടന പരിപാടിയും ആരംഭിക്കും. നാട് കാത്തിരിക്കുന്ന ചരിത്ര നിമിഷത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ചെയർമാൻ കൂടിയായ റവന്യൂ മന്ത്രി K. രാജൻ പറഞ്ഞു. ഓസ്ട്രേലിയൻ സൂ ഡിസൈനറായിട്ടുള്ള ജോൺകോ ആണ് ഈ സൂയെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമനുസരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ മൃഗങ്ങളെ കാണാൻ മാത്രമുള്ള ഒരു മൃഗശാലയല്ല ഇത്. മൃഗശാല എന്ന കൺസെപ്റ്റിൽ നിന്നും വളരെ വിഭിന്നമായി ഒരു പ്രകൃതിയുടെ പഠനശാലയായിട്ട് ഇത് മാറുകയാണ്. യഥാർത്ഥത്തിൽ ഈ പ്രദേശത്തെ ഒരു ടൂറിസ്റ്റ് കോറിഡോർ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ അതിൻ്റെ അന്ത്യഘട്ടത്തിലായി. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രഭവ കേന്ദ്രമായി അതല്ലെങ്കിൽ അതിൻ്റെ അച്ചുതണ്ടായി സുവോളജിക്കൽ പാർക്ക് പ്രവർത്തിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുവഴി പീച്ചി, ഒരപ്പംകെട്ട്, നമ്മുടെ കച്ചിത്തോട് ഡാം, വാടാനി, ചിമ്മിനി ടൂറിസം കേന്ദ്രങ്ങൾ ഇതിനെല്ലാം ബന്ധപ്പെടുത്തിക്കൊണ്ട് തൃശ്ശൂർ ജില്ല തന്നെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് കോറിഡോറാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളും ഇതിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഉദ്ഘാടനത്തിന് എത്തിച്ചേരുന്നവർക്ക് തൃശൂർ മാന്നാമംഗലം റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളിൽ അന്നേ ദിവസം ഉച്ചയ്ക്ക് ശേഷം സൗജന്യ യാത്രയും ബസ് ഉടമകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉദ്ഘാടനം കഴിഞ്ഞാലും ജനുവരിയോടെ മാത്രമാകും പൊതുജനങ്ങൾക്കായി പാർക്ക് നിയന്ത്രിതമായി തുറന്നു കൊടുക്കുകയുള്ളൂ. സൊസൈറ്റി രൂപീകരിച്ച് പാർക്കിന്റെ നടത്തിപ്പ് നിർവഹിക്കാനാണ് ആലോചിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആദ്യത്തെ ചില വർഷങ്ങളിൽ ആഭ്യന്തര വരുമാനം കൊണ്ട് മാത്രം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടാകും. അത് നേരത്തെ തന്നെ നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് CSRും മറ്റൊന്ന് ഇതിന്റെ ആഭ്യന്തരമായി രൂപീകരിക്കുന്ന വരുമാനം, മൂന്നാമത്തത് ഗവൺമെന്റിന്റെ പ്ലാൻ ഫണ്ടിലൂടെയുള്ള പിന്തുണ. ഈ 3 ഘടകങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചാരിറ്റബിൾ ആക്ട് പ്രകാരമുള്ള ഒരു സൊസൈറ്റി രൂപീകരിച്ചുകൊണ്ട് ഇതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളത്. ഒരു ഘട്ടം കഴിയുമ്പോഴേക്കും ഇതിന് പൂർണ്ണമായി അങ്ങനെ തന്നെ നിലനിൽക്കാനുള്ള സംവിധാനം ഉണ്ടാകും. പാർക്കിന്റെ പ്രവർത്തനത്തോടെ വൻ വികസന കുതിപ്പാണ് പുത്തൂരിൽ ഉണ്ടാകാൻ പോകുന്നത്. ഈ വർഷം തന്നെ പാർക്കിന്റെ പരിസരത്ത് 100 കോടി രൂപയുടെ നിക്ഷേപങ്ങൾ നടക്കുമെന്ന് മന്ത്രി രാജൻ അറിയിച്ചു. 2025 പൂർത്തിയാകുന്നതിന് മുമ്പ് ഏറ്റവും ചുരുങ്ങിയത് ഒരു 100 കോടി രൂപയുടെയെങ്കിലും നിക്ഷേപം ഇതിൻ്റെ ചുറ്റളവിൽ വരാൻ കഴിയുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. 2025 തന്നെ പുത്തൂർ മേഖലയിൽ ഇതിന് സമാന്തരമായി വരാൻ കഴിയുന്ന വിധത്തിലുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുകയാണ്. ഒരു നാട് വളരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സൗകര്യം അതാണ്. TCV തൃശൂർ. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് നാളെ നാടിന് സമർപ്പിക്കും. വൈകിട്ട് 5 മണിക്ക് പന്നിത്തടം സെന്ററിൽ നടക്കുന്ന ചടങ്ങ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ മനോഹരമായ ബൈപ്പാസ് റോഡുകളിലൊന്നാണ് അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡ്. ആധുനിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ പൊതുമരാമത്ത് റോഡെന്ന ഖ്യാതിയും ഈ റോഡിന് സ്വന്തം. കാവിൽ നിന്ന് കേച്ചേരി വരെ ഏകദേശം 10 കിലോമീറ്റർ ദൂരത്തിൽ BMBC നിലവാരത്തിലാണ് റോഡിന്റെ നിർമ്മാണം. 12 മീറ്റർ വീതിയുള്ള റോഡിന്റെ നിർമ്മാണ ചുമതല നിർവഹിച്ചത് കിഫ്ബിയാണ്. പല ഭാഗങ്ങളിലും പച്ചപ്പണിഞ്ഞ പാടശേഖരങ്ങളിലൂടെ കടന്നുപോകുന്നുവെന്നതാണ് റോഡിന്റെ പ്രത്യേകത. റോഡിലെ ദൃശ്യഭംഗി ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് എയ്യാൽ കൂമ്പുഴ പാടശേഖരത്തിലാണ്. ഏകദേശം 2 കിലോമീറ്റർ ദൂരത്തിൽ പാടശേഖരത്തിന് നടുവിലൂടെ നീണ്ടു നിവർന്നു കിടക്കുന്ന റോഡ് യാത്രക്കാർക്ക് മനോഹരമായ കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. നാട്ടുകാർക്കും യാത്രക്കാർക്കും പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുന്നതിന് കൈവരിയോടുകൂടിയ നടപ്പാതയും നിർമ്മിച്ചിട്ടുണ്ട്.
വയലിലൂടെ കടന്നുപോകുന്ന ഭാഗങ്ങളിൽ ആധുനിക സാങ്കേതിക വിദ്യയായ ജിയോസെൽ ജിയോ ടെക്സ്റ്റൈൽ സംവിധാനം വിരിച്ച് സബ്ഗ്രേഡ് ബലപ്പെടുത്തിയാണ് റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. പദ്ധതിയുടെ ഭാഗമായി പന്നിത്തടം സെന്റർ വികസനവും നടത്തി. ഇതിനു പുറമെ അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് പന്നിത്തടം ജംഗ്ഷനിൽ 19 ലക്ഷം രൂപ ചെലവഴിച്ച് കെൽട്രോണിന്റെ നേതൃത്വത്തിൽ സോളാർ പവേഡ് ഓട്ടോമാറ്റിക് ട്രാഫിക് സിഗ്നൽ സംവിധാനവും സ്ഥാപിച്ചു. സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് യെല്ലോ ബോക്സ് മാർക്കിംഗും നടത്തിയിട്ടുണ്ട്. AC മൊയ്തീൻ MLA നേതൃത്വത്തിൽ പുറമ്പോക്ക് ഭൂമികൾ ഒഴിപ്പിച്ചെടുത്തും സ്വകാര്യ ഭൂമികൾ ഏറ്റെടുത്തുമാണ് പദ്ധതി നടപ്പിലാക്കിയത്. 54,61 ലക്ഷം രൂപയാണ് ബൈപ്പാസ് റോഡ് നിർമ്മാണ പദ്ധതിക്ക് ചെലവഴിച്ചത്. AC മൊയ്തീൻ MLA വികസന നേട്ടങ്ങളുടെ പട്ടികയിൽ പ്രത്യേകം എടുത്തു കാണിക്കാവുന്ന ഒരു പദ്ധതിയാണ് അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡ്. പൂമ്പുഴ പാടശേഖരത്തിൽ യാത്രക്കാർക്ക് മാനസികോല്ലാസത്തിന് വേണ്ടി മനോഹരമായ പാർക്ക് നിർമ്മിക്കാനും പദ്ധതി ലക്ഷ്യമിട്ടിട്ടുണ്ട്. ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴൂരിനോടൊപ്പം AM റഷീദ്, എരുമപ്പെട്ടി. അതിരപ്പള്ളി മലക്കപ്പാറ റൂട്ടിൽ ഗതാഗത നിയന്ത്രണം. ഭാരവാഹനങ്ങൾ കടത്തിവിടില്ല. കുമ്മാട്ടിയിൽ കലുങ്ക് അപകടാവസ്ഥയിലായതിനെ തുടർന്നാണ് നടപടി. KSRTCയുടെ വിനോദസഞ്ചാര ബസ്സുകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പാലം ബലപ്പെടുത്താൻ നടപടികൾ ആരംഭിച്ചതായി പൊതുമരാമത്ത് വകുപ്പ് അറിയിച്ചു. പാലപ്പിള്ളി കുണ്ടായിയിൽ പുലിയുടെ ആക്രമണത്തിൽ പശു ചത്തു. വരന്തരപ്പള്ളി പഞ്ചായത്ത് അംഗം ഷീല ശിവരാമന്റെ പശുവിനെയാണ് പുലി പിടിച്ചത്. ഇന്ന് പുലർച്ചെയാണ് സംഭവം. പശുവിന്റെ മാംസം പുലി ഭക്ഷിച്ച നിലയിലാണ്. തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടിയിലാണ് പുലി ഇറങ്ങിയത്. പാലപ്പിള്ളിയിൽ നിന്ന് വനപാലകരെത്തി പരിശോധന നടത്തി. 1 മാസത്തിനിടെ 4ാം തവണയാണ് ഈ പ്രദേശത്ത് പുലി ഇറങ്ങി വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്നത്. ഷീല ശിവരാമന്റെ പശുവിനെ മുൻപും പുലി ആക്രമിച്ചിരുന്നു. പുലിയുടെ ആക്രമണം പതിവായതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ്. മേഖലയിൽ ഭീതി പരത്തുന്ന പുലിയെ പിടികൂടാൻ വനം വകുപ്പ് കൂട് സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പൊയ്യ 3 മുറിയിൽ 510 ഗ്രാം കഞ്ചാവുമായി യുവാവിനെ മാള എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. 3 മുറി സ്വദേശി കൈപ്പോത്ത് വീട്ടിൽ രജീഷ് കുമാറിനെയാണ് മാള എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ KD മാത്യു അറസ്റ്റ് ചെയ്തത്. ഇയാൾ കഞ്ചാവ് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചതാണെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട്. മറ്റൊരു കേസിൽ വലിയപറമ്പ് സ്വദേശി പോട്ടക്കാരൻ രോഹിത്തിനെ 5 ഗ്രാം കഞ്ചാവുമായി എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. തൃശൂർ കുന്നത്തുമന ലൈനിൽ ഫ്ളാറ്റിൽ അഗ്നിബാധ. മുകുന്ദം ഹെറിറ്റേജ് ഫ്ളാറ്റിലാണ് അഗ്നിബാധ. ഫയർഫോഴ്സ് എത്തി തീ അണച്ചു. ദേശീയപാത കൊടകരയിൽ ബൈക്കിൽ കാറിടിച്ച് യുവാവിന് പരിക്ക്. രാവിലെ അഴകം വഴിക്ക് സമീപത്തായിരുന്നു അപകടം. പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരനായ യുവാവിനെ കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാലക്കുടി ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്കുള്ള യാത്രയിലായിരുന്നു ഇരുവാഹനങ്ങളും. ഇടിച്ച കാർ നിർത്താതെ പോയി. ചാവക്കാട് കടപ്പുറം അഴിമുഖത്ത് വഞ്ചിയിൽ നിന്ന് കുഴഞ്ഞ് കടലിൽ വീണ മത്സ്യത്തൊഴിലാളിയെ കാണാതായി. തളിക്കുളം സ്നേഹതീരം സ്വദേശി ഇഷ്താക്കിരി വീട്ടിൽ ശിവനെയാണ് കാണാതായത്. ഇന്ന് രാവിലെ 8 മണിക്ക് മുനക്കടവ് അഴിമുഖത്ത് വെച്ചായിരുന്നു സംഭവം. എഞ്ചിൻ ഓടിച്ചിരുന്ന ശിവൻ കുഴഞ്ഞ് കടലിൽ വീഴുകയായിരുന്നു. ഉടൻ തന്നെ വഞ്ചിയിലുണ്ടായിരുന്ന മറ്റു തൊഴിലാളികൾ കോസ്റ്റൽ പോലീസിനെ വിവരമറിയിച്ചു. തുടർന്ന് കോസ്റ്റൽ പോലീസ്, ഫിഷറീസ് റെസ്ക്യൂ ബോട്ട് എന്നിവർ ചേർന്ന് തിരച്ചിൽ നടത്തി. തളിക്കുളം സ്വദേശി നന്ദുവിന്റെ ഉടമസ്ഥതയിലുള്ള ഗുരുവായൂരപ്പൻ വഞ്ചിയിൽ നിന്നാണ് ഇയാൾ കടലിലേക്ക് വീണത്. തിരച്ചിൽ പുരോഗമിക്കുന്നതായി ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ രേഷ്മ ആർ നായർ പറഞ്ഞു. ഗുരുവായൂരപ്പൻ എന്ന പേരിലൊരു വള്ളത്തിൽ നിന്നും ശിവൻ എന്ന് പറഞ്ഞ ഒരാളെ കാണാതായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഫിഷറീസ് വകുപ്പും മറൈൻ എൻഫോഴ്സ്മെൻറ്റും സംയുക്തമായിട്ട് കടലിൽ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാലത്ത് മുതൽ നമ്മൾ ഇവിടെ സജീവമായിട്ട് തെരച്ചിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. കൂടുതൽ കോസ്റ്റൽ പോലീസും അവരുടെ ബോട്ടും എല്ലാവരും തന്നെ ഈ ഒരു അഴിമുഖം ഭാഗം കേന്ദ്രീകരിച്ചും കടലിലുമായിട്ടുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. മനക്കുടി വാരിയം കോൾ പടവിലേക്ക് സമാന്തരമായി ഒഴുകുന്ന ഇറിഗേഷൻ മെയിൻ കനാലിൽ നിന്ന് വെള്ളം കവിഞ്ഞൊഴുകി കൃഷിനാശമുണ്ടാകുമെന്ന ആശങ്കയിൽ കർഷകർ. കൃഷി ഇറക്കുന്നതിനായി സമീപ പാടശേഖരങ്ങളിലെ വെള്ളം ഇറിഗേഷൻ കനാലിലേക്ക് പമ്പ് ചെയ്തതോടെ കനാൽ നിറഞ്ഞു കവിയാറായ സ്ഥിതിയിലാണ്. മഴ കനത്താൽ വെള്ളം കവിഞ്ഞൊഴുകി വാരിയം പടവിലെ 117 ഏക്കർ കൃഷി നശിക്കുമെന്ന ഭീതിയിലാണ് കർഷകർ. അപ്പോൾ ഇത് റോഡ് ഉയർത്തുക മാത്രമേ ഇതിനൊരു പരിഹാരമാർഗമായിട്ടുള്ളൂ. അതിന് പഞ്ചായത്ത് തലത്തിലെ രാകേഷും ബാക്കിയുള്ളവരൊക്കെ വളരെയധികം പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കത് ഉയർത്തി കിട്ടുമെന്നുള്ളൊരു പരിപാടിയിലാണ് ഇരിക്കുന്നത്. ഞങ്ങൾക്ക് താൽക്കാലികം ഒരു 4 വർഷത്തോളമായി ഈ വെള്ളം ഇങ്ങനെ തുടർച്ചയായിട്ട് കവിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 4 വർഷവും ഇറിഗേഷൻ കനാലിൽ നിന്ന് വെള്ളം മനക്കുടി പുള്ള് PWD റോഡ് കവിഞ്ഞ് വാരിയം കോൾപ്പടവിലേക്കൊഴുകി കൃഷി നശിച്ചിരുന്നു.
ഇത് മുൻകൂട്ടി കണ്ട് കൃഷി നശിക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ കർഷകർ ചേർന്ന് ചാക്കിൽ മണ്ണ് നിറച്ച് റോഡിനും ഇറിഗേഷൻ കനാലിനും ഇടയിലായി നിരത്തിയിട്ടുണ്ടെങ്കിലും ഇറിഗേഷൻ കനാലിലെ ഉയർന്ന ജലനിരപ്പ് ബണ്ട് പൊട്ടാനോ കവിയാനോ ഇടയാക്കുമെന്ന അവസ്ഥയിലാണ്. മഴ കനത്താൽ മണ്ണ് നിറച്ച ചാക്കുകൾ തള്ളിപ്പോകാനും സാധ്യതയേറെയാണ്. ഈ പാടശേഖരം ആഗസ്റ്റ് മാസത്തിൽ കൃഷി ഇറക്കേണ്ട ഒരു സമയത്താണ്, ആഗസ്റ്റ് മാസത്തിലാണ് കൃഷി ഇറക്കാറ്. പക്ഷേ നമുക്കറിയാം, ശക്തമായ കാലവർഷത്തിൻ്റെ ഭാഗമായി തൊട്ടപ്പുറത്തുള്ള ഇറിഗേഷൻ ചാലിൽ നിന്ന് PWD റോഡ് കവിഞ്ഞ് വെള്ളം ഈ പാടശേഖരത്തിൽ വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അതിൻ്റെ നടിയിലും കാര്യങ്ങളൊക്കെ നീണ്ടുപോയി, 2 മാസത്തോളം നീണ്ടുപോയി. എല്ലാ പാടശേഖരങ്ങളിൽ നിന്നും ഒരേ സമയം കൃഷിക്കായി വെള്ളം പമ്പ് ചെയ്ത് ഇറിഗേഷൻ കനാലിലേക്ക് കയറ്റിയതും ഏനമാവ് റെഗുലേറ്ററിലേക്കുള്ള ഒഴുക്ക് തടസ്സപ്പെട്ടിരിക്കുന്നതുമാണ് വാരിയം പടവിലെ കർഷകരെ ആശങ്കയിലാഴ്ത്തിയിരിക്കുന്നത്. മനക്കുടി പുള്ളു റോഡിന്റെ താഴ്ന്ന ഭാഗം ഉയർത്തി പുനർനിർമ്മിക്കുക മാത്രമാണ് ഈ പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരമെന്ന് കർഷകർ പറയുന്നു. TCV തൃശൂർ. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. തൃശൂരിൽ സംസ്ഥാനതല ബധിര ചെസ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. കേരള ബധിര സ്പോർട്സ് കൌൺസിൽ ജനറൽ സെക്രട്ടറി ജോവൻ ഇ ജോയ് ഉദ്ഘാടനം ചെയ്തു. വിവിധ ജില്ലകളിൽ നിന്നായി 136 പേർ പങ്കെടുത്തു. തൃശൂർ ജില്ലാ ഗ്യാസ് ആൻഡ് പെട്രോളിയം വർക്കേഴ്സ് യൂണിയൻ CITU കുടുംബ സംഗമം നടത്തി. മരണമടഞ്ഞ ഗുരുവായൂർ ഗ്യാസ് ഏജൻസിയിലെ തൊഴിലാളി വിഷ്ണുവിന്റെ കുടുംബത്തിന് യൂണിയൻ സമാഹരിച്ച ഫണ്ട് കുടുംബത്തിന് കൈമാറി. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് MK കണ്ണൻ യോഗം ഉദ്ഘാടനം ചെയ്തു. NK അക്ബർ MLA അധ്യക്ഷനായി. യൂണിയൻ ജില്ലാ സെക്രട്ടറി VR മുരളി, ജില്ലാ ട്രഷറർ TR ഉദയൻ, മധു കല്ലാട്ട്, KV റീസൺ, L അനുപ്രിയ എന്നിവർ സംസാരിച്ചു. തൃശൂർ ശക്തൻ നഗർ മാർക്കറ്റിലെ മീറ്റ് ജീസസ് പ്രയർ ടീം നടത്തുന്ന 32ാമത് ദൈവശബ്ദം കൺവെൻഷന്റെ കാൽനാട്ടുകർമ്മം നടന്നു. തൃശൂർ ഇക്കണ്ടവാരിയർ റോഡിൽ ജോൺ പോൾ നഗറിൽ നടക്കുന്ന ദൈവശബ്ദം ബൈബിൾ കൺവെൻഷന്റെ കാൽനാട്ടുകർമ്മം മുൻ കരിസ്മാറ്റിക് ഡയറക്ടർ ഫാദർ ബിജു പാനേങ്ങാടൻ നിർവഹിച്ചു. അസിസ്റ്റന്റ് കരിസ്മാറ്റിക് ഡയറക്ടർ ഫാദർ സിൻഡോ പൊന്തേക്കൻ അധ്യക്ഷത വഹിച്ചു. അർണാട്ടുകര ട്രിനിറ്റി ആശ്രമത്തിലെ ഫാദർ ആന്റണി, നെഹ്റു നഗർ ക്രിസ്തുരാജ് ഭവൻ ഡയറക്ടർ ഫാദർ സജു തളിയൻ, ഫാദർ തോബിത്, ചെന്നൈപ്പാറ ആശ്രമത്തിലെ ഫാദർ ജോഷി, ജനറൽ കൺവീനർ KT ബേബി തുടങ്ങിയവർ സംസാരിച്ചു. 60ഓളം കമ്മിറ്റി അംഗങ്ങളും 200ഓളം പ്രേക്ഷിതരും കാൽനാട്ടുകർമ്മത്തിൽ പങ്കെടുത്തു. നവംബർ 15 മുതൽ 19 വരെയാണ് കൺവെൻഷൻ. വയനാട് അനുഗ്രഹ ധ്യാനകേന്ദ്രം ഡയറക്ടർ ഫാദർ മാത്യു വയലാമണ്ണിലാണ് കൺവെൻഷന് നേതൃത്വം നൽകുന്നത്. കൺവെൻഷന്റെ ഉദ്ഘാടനം തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് നിർവഹിക്കും. സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ സമാപന സന്ദേശം നൽകും. രാമനാഥപുരം മെത്രാൻ പോൾ ആലപ്പാട്ട്, തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തും. ദിവസവും രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെയും 5 മുതൽ രാത്രി 9 വരെയുമാണ് കൺവെൻഷൻ സമയം. TCV ന്യൂസ്, തൃശൂർ. കേരള യുക്തിവാദി സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ പവനൻ ജന്മശതാബ്ദി ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. മുൻ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. ഗംഗൻ അഴീക്കോട് അധ്യക്ഷത വഹിച്ചു. മുൻ മന്ത്രി KP രാജേന്ദ്രൻ, ധർമ്മരാജൻ അടാട്ട്, ഡോക്ടർ PV കൃഷ്ണൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. നവംബർ 3 മുതൽ 6 വരെ നടക്കുന്ന തൃശൂർ വെസ്റ്റ് ഉപജില്ലാ കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം നിർവഹിച്ചു. പറപ്പൂർ സെന്റ് ജോൺ സ്കൂളിൽ നടന്ന ചടങ്ങിൽ തോളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി ലോഗോ പ്രകാശനം ചെയ്തു. തൃശൂർ വെസ്റ്റ് ഉപജില്ലാ AEO PJ ബിജു ലോഗോ ഏറ്റുവാങ്ങി. ജനപ്രതിനിധികളായ ഷീന വിൽസൺ, KG പോൾസൺ, VK രഘുനാഥൻ, VP അരവിന്ദാക്ഷൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വികസനത്തിന്റെ അനിവാര്യതയ്ക്ക് മുന്നിൽ മുത്തശ്ശിമാവ് വഴിമാറിക്കൊടുത്തപ്പോൾ നാട്ടുകാരുടെ മനസ്സിൽ അവശേഷിച്ചത് മധുരവും നൊമ്പരവും ഉണർത്തുന്ന ഓർമ്മകൾ. വെള്ളിക്കുളങ്ങര ചാലക്കുടി റോഡരികിൽ വളർന്നു നിന്നിരുന്ന മാവിന് 120 വർഷത്തെ പഴക്കമുണ്ടെന്ന് പ്രദേശത്തെ മുതിർന്നവർ സാക്ഷ്യപ്പെടുത്തുന്നു.
തലച്ചുമടുമായി നാട്ടുവഴി താണ്ടിയിരുന്ന പൂർവികരുൾപ്പെടെ തലമുറകൾക്ക് തണലൊരുക്കിയ മുത്തശ്ശി മാവാണ് മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം മുറിച്ചു നീക്കപ്പെട്ടത്. വെള്ളിക്കുളങ്ങരയുടെ വളർച്ചയ്ക്കും വികാസത്തിനും സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഈ മുത്തശ്ശി മാവ് ഒട്ടേറെ ചരിത്ര മുഹൂർത്തങ്ങൾക്കും മൂകസാക്ഷിയായിട്ടുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ചാലക്കുടിയിൽ നിന്ന് പറമ്പിക്കുളത്തേക്ക് നിർമ്മിക്കപ്പെട്ട കൊച്ചിൻ ഫോറസ്റ്റ് ട്രാംവേയുടെ ശില്പികളെയും ട്രാംവേയുടെ എഞ്ചിനീയർമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാരെയും കണ്ടു വളർന്നവളായിരുന്നു മരമുത്തശ്ശി. വെള്ളിക്കുളങ്ങര വനമേഖലയിൽ സ്ഥാപിതമായ രാമവർമ്മ തേക്കു പ്ലാന്റേഷനിലേക്കും കൂപ്പുകളിലേക്കും തൊഴിലാളികൾ കൂട്ടത്തോടെ പോയിരുന്ന ഒരു കാലത്തിനും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. മാവിന്റെ ഉദ്ദേശം 125 വർഷത്തിന് കൂടുതലായി കാണും. നല്ല ഒരു മാവ് ഇക്കാലത്ത് കേരളത്തിൽ ഉണ്ടാവില്ല. അതിന്റെ മാങ്ങ കടുമാങ്ങയായിട്ട് ഉപയോഗിക്കാൻ പലരും വന്ന് കൊണ്ടുപോകാറുണ്ട്. ഇത്തരം മാവുകൾ ഇനിയും ഉണ്ടാകട്ടെ. കേരളത്തിലും വെള്ളിക്കുളങ്ങരയിലും നശിപ്പിച്ചതിന്റെ കാലഘട്ടം ഉണ്ടായത് റോഡ് മലയോര ഹൈവേ വന്നതിന്റെ പേരിലാണ്. അല്ലെങ്കിൽ ഇന്നും ആ മാവ് അവിടെ സ്ഥിതി ചെയ്താണ്. വെള്ളിക്കുളങ്ങരയിലെ മാതാ ടാക്കി സ്ഥിതി ചെയ്തിരുന്നത് ഈ മാവിന് തൊട്ടടുത്തായിരുന്നു. വെള്ളിക്കുളങ്ങരക്കാർ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത സംഭവങ്ങൾക്കും ഈ മാവ് സാക്ഷിയായി. ട്രേഡ് യൂണിയനുകൾ തമ്മിലുള്ള സംഘർഷങ്ങളിൽ നാട് കലുഷിതമായപ്പോൾ സ്ഫോടന ശബ്ദങ്ങൾക്കും മുറിവേറ്റവരുടെ ആർത്തനാദത്തിനും ചെവി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. മുറിച്ചു നീക്കപ്പെട്ടെങ്കിലും വെള്ളിക്കുളങ്ങരയിലെ പ്രസന്റേഷൻ ഹൈസ്കൂളിലേക്കും സർക്കാർ UP സ്കൂളിലേക്കും പല കാലഘട്ടങ്ങളിലായി നടന്നുപോയി വന്നവരുടെ മനസ്സിൽ ഈ മുത്തശ്ശിമാവ് എന്നും മധുരമുള്ള ഓർമ്മകൾ പടർത്തി തണൽ വിരിച്ചു നിൽക്കും. TCV ന്യൂസ്, കൊടകര. മുക്കാട്ടുകര സെന്റ് ജോർജസ് ദേവാലയത്തിൽ വിശുദ്ധ റപ്പായേൽ മാലാഖയുടെ തിരുനാൾ ആഘോഷിച്ചു. ദിവ്യബലിക്ക് ഫാദർ സൈജോ തൈക്കാട്ടിൽ കാർമ്മികത്വം വഹിച്ചു. ഇടവക വികാരി ഫാദർ പോൾ പിണ്ടിയാൻ, വികാരി ഫാദർ ഫ്രാൻസിസ് പുത്തൂക്കര, കൈക്കാരന്മാരായ ജോൺ C. തോമസ്, CD. ജോർജ്, CK. ഷെൽബി, ഡിക്സൺ ഡേവിസ് എന്നിവർ നേതൃത്വം നൽകി. ചളിങ്ങാട് ഹിദായത്തുൽ ഇസ്ലാം ജുമാ മസ്ജിദിലെ മോഷണത്തിൽ കുപ്രസിദ്ധ മോഷ്ടാവ് പൂനൂർ മുജീബിനെ റൂറൽ ജില്ലാ പോലീസ് പിടികൂടി. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി VB കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ പിടികൂടിയത്. പിടിയിലായ മുജീബ് 9 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് അറിയിച്ചു. ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ചാവക്കാട് ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ നടക്കുന്ന റവന്യൂ ജില്ലാ ശാസ്ത്രോത്സവത്തിന് പന്തൽ ഉയരുന്നു. NK അക്ബർ MLA കാൽനാട്ട് കർമ്മം നിർവഹിച്ചു. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, പന്തൽ കമ്മിറ്റി ചെയർമാൻ AS മനോജ്, വിദ്യാഭ്യാസ ഉപഡയറക്ടർ PM ബാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,515 രൂപ, പവന് 92,120 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ. എയിംസ് ആലപ്പുഴയിൽ തന്നെ വേണമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. SG കോഫി ടൈംസ് പുനരാരംഭിച്ചു. വിവാദ പ്രജപ്രയോഗം വിടാതെയും രാഷ്ട്രീയ പ്രതിയോഗികളെ കടന്നാക്രമിച്ചും പ്രതികരണങ്ങൾ. കോർപ്പറേഷൻ ഭരണത്തിനെതിരെയും രൂക്ഷ വിമർശനം. മണ്ണുത്തിയിൽ 75 ലക്ഷം രൂപ കവർന്ന സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. പ്രതികളെ തിരിച്ചറിഞ്ഞതായി സൂചന. സുവോളജിക്കൽ പാർക്കിന്റെ ഉദ്ഘാടനത്തിനൊരുങ്ങി പുത്തൂർ. ഈ വർഷം തന്നെ പാർക്കിന്റെ പരിസരത്ത് 100 കോടി രൂപയുടെ നിക്ഷേപങ്ങൾ നടക്കുമെന്ന് മന്ത്രി K. രാജൻ. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് നാളെ നാടിന് സമർപ്പിക്കും. 10 കിലോമീറ്റർ റോഡ് നിർമ്മിച്ചത് BMBC നിലവാരത്തിൽ. വടക്കൻ കേരളത്തിലേക്കുള്ള യാത്ര സുഗമമാകും. അതിരപ്പള്ളി മലക്കപ്പാറ റൂട്ടിൽ ഗതാഗത നിയന്ത്രണം. ഭാരവാഹനങ്ങൾ കടത്തിവിടില്ല. കുമ്മാട്ടി പ്രദേശത്ത് കലുങ്ക് അപകടാവസ്ഥയിലായതിനെ തുടർന്നാണ് നടപടി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.